ഒരു സ്പേസ് സയൻറ്റിസ്റ്റ് ആയിരുന്നല്ലോ TPS. ക്രോപ്പ് സർക്കിൾ അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഏലിയൻ അല്ലെങ്കിൽ UFO വന്നതിൻ്റെ പ്രിൻസ് ആണെന്നും പറയുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ ക്രോപ്പ് സർക്കിൾ എന്ന് പറയുന്നത്? നമ്മൾ ഒരു സ്ഥലത്ത് നല്ല ഒരേ തരത്തിലുള്ള കൃഷിഭൂമിയിൽ പാടം, ആ പാടത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വരമ്പുകൾ മാത്രം കാണും, അതിനുള്ളിൽ പൂർണ്ണമായിട്ടും പച്ചപ്പ് കാണും, പച്ചപ്പ് അല്ലെങ്കിൽ യെലോയിഷ് ഏതാണോ ആ ക്രോപ്പ് എന്നനുസരിച്ചിട്ട്. അതിൽ നമ്മൾ കുറേ വൃത്തങ്ങൾ വരച്ചു, അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ അതിനെ ക്രോപ്പ് ചെയ്തു എന്ന് വിചാരിക്കൂ. ആ സമയത്ത് നമ്മൾ മുകളിൽ നിന്ന് നോക്കിയാൽ എന്താ കാണുക? ആ ഒരു ഷേപ്പ് എന്താണ്? ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ കോലം വരക്കും. ആ കോലം വരക്കുന്ന സമയത്ത് ഒരു റൗണ്ട് വരച്ചിട്ട് കുറേ ഫ്ലവേഴ്സിൻ്റെയോ ഒരു ഡിസൈനോ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നു. അത്തരം പാറ്റേൺസ് വലിയ ഫീൽഡിൽ നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത്തരം ഈ വരമ്പുകൾ കാണുന്ന തരത്തിൽ സ്ക്വയർ പാറ്റേൺസ് കാണുന്നതിന് പകരം നല്ല ജോമെട്രിക്കലായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സർക്കിളുകളും അതിൻ്റെ കോമ്പിനേഷൻസും ഒക്കെ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. വരമ്പ് നമ്മൾ മാനുവലി ഉണ്ടാക്കുന്നതാണ്. നാച്ചുറലായിട്ട് അങ്ങനെ ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഈ ക്രോപ്പ് സർക്കിൾ. അപ്പം ഈ ഏലിയൻ വന്നതാണ്, UFO വന്ന് ലാൻഡ് ചെയ്തപ്പോഴാണെന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിന് നമ്മളൊരു ഹെലികോപ്റ്ററിൻ്റെ ഒരു സാധാരണ ലാൻഡിങ്ങിൽ രണ്ട് ഭാഗത്തും രണ്ട് തണ്ടുകളാണ്. അതിന് പകരം നിങ്ങൾ ആലോചിക്കുക, ഒരു വലിയ റൗണ്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് ലാൻഡ് ചെയ്യുന്നത് വിചാരിക്കും. എന്ത് പറ്റും? ആ ഭാഗത്തുള്ള ക്രോപ്പുകളൊക്കെ ചിലപ്പം അങ്ങനെ തന്നെ ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ അത് ലാൻഡ് ചെയ്ത ഭാഗത്ത് മാത്രം. അപ്പോൾ ഇത്തരം കുറേ പാറ്റേൺസ് ഉണ്ടാകുന്ന സമയത്ത് എനിക്കറിയില്ല ഏത് UFOനാണ് ഇത്തരം കളം വരക്കാൻ അത് ലോജിക്കലായിട്ട് ആലോചിക്കുന്നതാണ്. അങ്ങനെ ഒരു ലാൻഡിങ്, ഇപ്പം ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ടാവും, ഒരു ടയർ മൂവ് ചെയ്യുന്നതാണെങ്കിൽ ആ ടയർ മൂവ്മെന്റ് കാണും. അല്ലാതെ ഇങ്ങനെ കോലം വരച്ച് പോകുന്ന ഒരു UFO അപ്പൊ ആരോ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതായിരിക്കും അല്ലേ? അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാവണമെന്നില്ല. നമ്മളിപ്പോൾ സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ഇപ്പം നമ്മൾ ഒരു മരുഭൂമികളൊക്കെ സാറ്റലൈറ്റ് ഇമേജ് ഉപയോഗിച്ച് മാപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നല്ലൊരു പാറ്റേൺ ഉണ്ടാവും. അത് കാറ്റിൻ്റെ ഗതി അനുസരിച്ചിട്ട് ഉണ്ടാവുന്ന ആ സാൻഡ് ഡ്യൂൺസ് ഞങ്ങളൊക്കെ മാപ്പ് ചെയ്തിട്ട് 40 വർഷങ്ങൾ കഴിഞ്ഞാലും മാറാത്തതാണ്. കാറ്റിന്റെ ഗതി മാറുമ്പോൾ ഈ സാൻഡ് ഡ്യൂൺസ് മാറില്ല, കാരണം ഒരേ തരത്തിലാണ്. അത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ മണ്ണ് കൂടി കിടന്ന് ഒരു ഭാഗത്ത് ഇങ്ങനെ സ്മൂത്ത് ആയിരിക്കും, മറ്റേ ഭാഗത്ത് ഷാർപ്പായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ അതിൻ്റെ അളവുകൾ പോലും മാറാറില്ല. അതിന് നമുക്ക് ടെറൈൻ മാപ്പിങ്ങിലൊക്കെ കൃത്യമായിട്ട് ഇത് മാത്രം നോക്കിയിട്ട് സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഡെസേർട്ടിലൊക്കെ വേറെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ റോഡും ബിൽഡിങ്ങും ഒക്കെ കാണുമ്പോഴാണ് നമ്മൾ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുക. ഈ സാൻഡ് ഡ്യൂൺസ് വെച്ചിട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്യും. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? കാലാകാലങ്ങളായിട്ട് കാറ്റ് വന്നുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വലിയ സാൻഡ് ഡ്യൂൺസ് ആണ്. കാറ്റ് എന്ന് പറയുന്ന ഒരു പ്രകൃതി പോലെ തന്നെയാണ്. പലതരത്തിലുള്ള മാഗ്നറ്റിക്, മിനറൽ, ഇതൊക്കെ അനുസരിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് ഫുൾ കൃഷി ചെയ്യാമെന്ന് വിചാരിക്കും. അതിലെല്ലായിടത്തും ഒരേപോലെയാണ് വെള്ളം. പക്ഷെ ചില സ്ഥലത്ത് വെള്ളം അതുപോലെ വറ്റിപ്പോവാന്ന് വിചാരിക്കും. എന്ത് പറ്റും? അവിടെയുള്ള ചെടികളൊന്നും വളരാണ്ടാവും. അങ്ങനെ ആവാം. ഇനി നമ്മൾ ഫുള്ളായിട്ട് ഒരു കൃഷി നടക്കുന്ന സ്ഥലം, അവിടെ എവിടെയോ ചില സ്ഥലത്ത് മാത്രം നമ്മൾ കുറേ കല്ലുകൾ ഇട്ടിരുന്നു എന്ന് വിചാരിക്കും. ആ കല്ലിനൊരു പാറ്റേൺ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. കൃഷി നടത്തുമ്പോൾ എന്ത് വരും? അവിടെ മാത്രം വളരാതെ ബാക്കി എല്ലായിടത്തും വളരും. ഈ കല്ലിടുന്നതിന് പകരം ഭൂമിയുടെ അടിയിൽ അത്തരം ഏതോ ഒരു കല്ലിൻ്റെ ഒരു മിനറലിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടെന്ന് വിചാരിക്കും. അതേപോലെ സംഭവിക്കും. പക്ഷേ അപ്പോൾ അതൊക്കെ സംഭവിക്കുമ്പോഴും ഇതിൻ്റെ ഇപ്പം ഓക്കെ ഈ പാറ്റേൺ ഇട്ടു, ഇങ്ങനെ വെട്ടി വെച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുക്കുമ്പോൾ അത് ഒരു സിംഗിൾ ഡേയിൽ വരത്തില്ലല്ലോ. ഇല്ല. അപ്പോൾ ഇത് സമയം എടുക്കുമല്ലോ, ഒരു ഗ്രോത്തിന് ഒരു പീരീഡ് ഉണ്ടായിരിക്കുമല്ലോ. പക്ഷേ ഈ പറയുന്ന പല കണ്ടന്റുകളിലും പറയുന്ന അനുസരിച്ച് അത് ഒരു സിംഗിൾ ഡേയിൽ ഇത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈ കണക്ഷൻസ് ഒക്കെ എല്ലാവരും. ഈ കൃഷി സ്ഥലത്ത് മാത്രമാണല്ലോ ഇത് ഉണ്ടാവുന്നത്. എത്രയോ പ്ലേ ഗ്രൗണ്ട്സ് ഒക്കെ വെറുതെ കിടക്കുന്നുണ്ട് അവിടെയൊന്നും. ഇതിപ്പം നമ്മൾ രസകരമായിട്ടുള്ള ഈ ഒരു പാറ്റേൺ ഒരു സ്ഥലത്ത് നാച്ചുറലായിട്ട് ഇങ്ങനെ ഉണ്ടായെന്ന് വിചാരിക്കാം. ഓക്കെ. ഉണ്ടാകുമ്പോൾ ഉടനെ ബാക്കിയുള്ളവർക്ക് എന്ത് തോന്നും? അവിടെ കുറേ ആൾക്കാർ പോകും, കാണാൻ തുടങ്ങും. ഓക്കെ. അപ്പോൾ ഇതൊരു ബിസിനസ്സായി. കല്ല് വെച്ചിട്ട് അമ്പലം സ്റ്റാർട്ട് ചെയ്ത പോലെ അല്ലേ? അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും? ഞാനിപ്പോൾ ഒരു വലിയൊരു സ്ഥലം, എനിക്കൊരു 2.5 ഏക്കർ സ്ഥലം കേരളത്തിലുണ്ടെന്ന് വിചാരിക്കാം. അവിടെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ എനിക്കൊരു 100 പണിക്കാരെ കൊണ്ട് ഒരു ദിവസം രാത്രി പോരെ? ശരിയാ, വേണം. ഒറ്റ രാത്രി ഉണ്ട് പലയിടത്തും വരും ഇതുപോലെ. അത് കാണാൻ എത്രയോ ആള് വരും. ഓക്കെ. ആ ആള് വരുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്ത് ചായക്കട വരും. ഈ UFO ഏലിയൻസ് എന്നുള്ളത് മാൻമെയ്ഡ് ഒരു കഥയാണോ അതോ റിയലി ഉള്ളതാണോ? നമ്മളിപ്പോൾ മൂണിൽ പോകുന്നു, മാർസിൽ പോകുന്നു, അങ്ങനെ ഒരു ജനതതിയുള്ള
ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ നടത്തിയിട്ടുള്ള വേറെ ഒരു ജനസമൂഹം ഏതെങ്കിലും ഒരു സ്റ്റാറിൻ്റെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു പ്ലാനറ്റിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്കിപ്പോഴും അറിയില്ല. പോസിബിലിറ്റീസ് ഉണ്ടാവാം. അതിൽ അവർ നമ്മളെക്കാളും ഉന്നതിയിലെത്തിയിട്ട് നമ്മളടുത്ത് വന്നിട്ട് ലാൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ കാണുന്ന രൂപത്തിലും ഭാവത്തിലും എന്നല്ലാതെ ചെറുതായി മാറുന്ന ഏതോ ഒരു രൂപത്തിലൊക്കെ ആവുന്ന അങ്ങനെയുള്ള കുറേ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒരു സങ്കല്പത്തിലൊരു മിത്തായിട്ട് ആർക്കോ നമ്മൾ ഉണ്ടാക്കുന്നതാണ് സിനിമകൾ. അതുപോലെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ, അവരിവിടെ വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ഉത്തരം ആർക്കും പറയാൻ പറ്റില്ല. അപ്പോഴാണ് ഇവർ ഏരിയ 51 എന്ന് പറഞ്ഞിട്ട് US-ലുള്ള ഒരു സ്ഥലം, അവിടെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, അവിടെ ഇങ്ങനത്തെ സ്റ്റഡീസ് നടത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാത്തിലും ഉന്നതിയിലെത്തണം, ഏറ്റവും ഫസ്റ്റ് ആവണമെന്ന് തോന്നുന്ന വലിയൊരു ബോധമുള്ള ബിസിനസ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. അവർ പല തരത്തിലുള്ള ഇത്തരം കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ റെസ്ട്രിക്റ്റ് ചെയ്ത് ആ തരത്തിലുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തി. കാരണം അവർക്ക് കാശുണ്ട്. ഒന്ന്, ഇത് പ്രൈവറ്റായിട്ട് കുറേ ഇൻവോൾവ്മെൻ്റ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നവരാണ്. ഇന്ത്യയിലൊക്കെ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ ഒരു സപ്പോർട്ടോടു കൂടി അത്തരം ചെറിയ പ്രോജക്റ്റുകളൊക്കെ തുടങ്ങി അതിനെ വലുതാക്കി കാണിച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ സാധ്യതകളുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പം നമുക്ക് ഒരു ഇഷ്ടമുള്ളൊരു വെഹിക്കിൾ ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ പിന്നെ RTOൻ്റെ പെർമിഷനോടുകൂടി ഓടിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അമേരിക്കയിൽ വളരെ സിമ്പിളാണ്. നമുക്ക് ട്രാക്ടറിൻ്റെ വലുപ്പമുള്ള ടയർ എടുക്കാം. സാധാരണ മോട്ടോർ ബൈക്ക് മാറ്റിയിട്ട് നാളെ മുതൽ ഞാൻ മോട്ടോർ ബൈക്ക് ഓടിക്കുമ്പോൾ കാറിനേക്കാളും ഹൈറ്റിൽ പോകാൻ പറ്റുന്ന ഒരു മോട്ടോർ ബൈക്ക് ഉണ്ടാക്കുന്ന ഒരു ധൈര്യമുണ്ടോ നമുക്ക്? അമേരിക്കയിൽ സാധ്യമാണ്. അവിടെ എന്തും പുതിയതായിട്ട് കണ്ടുപിടിച്ച് ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോടുകൂടി പലതും ചെയ്യാൻ പറ്റും. നമുക്കിവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കുറേ ചിന്തകൾ വരുമ്പോൾ അവർ ഒട്ടനെ അത് എക്സ്പെരിമെൻ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ പലപ്പോഴും ഇതൊക്കെ ബിസിനസ്സാക്കി മാറ്റാനും ഇതിനൊക്കെ ഉപയോഗിക്കാനും സാധിക്കുന്നത് പോലെ അത് ക്രോപ്പ് സർക്കിൾ ആയാലും UFO ആയാലും ഏത് സംഭവമായാലും മൂൺ ലാൻഡിങ് ആയാലും ഗ്ലോബൽ വാർമിംഗ് ആയാലും ഇതിനെയൊക്കെ ബിസിനസ്സാക്കാൻ കഴിവുള്ള അമേരിക്കക്കാരും യൂറോപ്യൻ ആൾക്കാരും. കാരണം എല്ലാം ബിസിനസ്സാണ് ഈ ലോകത്ത്. എന്തൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ളതാണ്. അതിൽ വലിയൊരു പ്രത്യേകതയും നമ്മൾ ആദ്യപ്പെടേണ്ട. ഇപ്പം നാളെ കേരളത്തിലെവിടെയും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി അഥവാ ആൾക്കാർക്ക് മടിയാ ഇത്രയൊക്കെ വരച്ച് വലിയ അല്ല, അതിനേക്കാളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, കിടന്നുറങ്ങാന്ന് വിചാരിക്കും. അല്ല, അവരങ്ങനെയല്ല. അവർ ആ കാശ് ഉണ്ടാക്കിയിട്ട് വേറെ രാജ്യത്തൊക്കെ യാത്ര ചെയ്യണം എന്ന് വിചാരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടന്നുറങ്ങിയാൽ